പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ ബെഞ്ചരിപ്പും ഡെലിവറൻസ് പ്രയറും നടക്കുകയാണ്. ഈ ശുശ്രൂഷ നമ്മെ സഹായിക്കുന്നത് ഈ മേഖലയിൽ കർത്താവ് അത്ഭുതകരമായി ഗിഫ്റ്റ് നൽകി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷാലോമിൻ്റെ ധ്യാനഗുരു ഫാദർ ജോസഫ് വയലിൽ. നമുക്കറിയാം, ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് എന്ന ആ ഭീകരത നമുക്ക് ഓർക്കാം. ഇവിടെ ആശ്രവദിക്കുമ്പോൾ, വിശുദ്ധ ജലം തെളിച്ച് ഈ വൈദികൻ നമ്മളെ വെഞ്ചരിക്കുമ്പോൾ, ഈ വിശുദ്ധ ജലത്താൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ആശീർവദിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജലത്താൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ദേശങ്ങൾ, നമ്മുടെ മക്കളൊക്കെ സംരക്ഷിക്കപ്പെടണം. ദൈവത്തിൻ്റെ ശക്തിയിലൂടെ ഇറങ്ങാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായ രീതിയിൽ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാം. കുടുംബത്തെ സമർപ്പിക്കാം. കർത്താവേ, അവിടുത്തെ തിരുരക്തത്താൽ എൻ്റെ ഭവനത്തെ സംരക്ഷിക്കണമേ. അവിടുത്തെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ആ വിശുദ്ധ ജലത്താൽ എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുന്ന് കഴുകണമേ, വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ഡെലിവറൻസ് പ്രയറിലൂടെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും എടുത്തു മാറ്റി എന്നെയും എൻ്റെ കുടുംബത്തെയും ദേശത്തെയും എല്ലാം സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ സൃഷ്ടികർമ്മത്തിൻ്റെ വിവരണം നമ്മൾ വായിക്കുമ്പോൾ ദൈവം 7 തവണ ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട്: നന്നായിരിക്കുന്നു. 7 തവണ ദൈവം ആ വാക്ക് ആവർത്തിക്കുന്നുണ്ട്, നന്നായിരിക്കുന്നു. അപ്പോൾ ദൈവം സൃഷ്ടിച്ചത് എല്ലാം നന്നായിരിക്കുന്നു എന്നാണ് ദൈവം അഭിപ്രായം പറഞ്ഞത്. ദൈവം നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് അവയെല്ലാം നല്ലതായിരുന്നു താനും. എന്നാൽ ലോകത്തിലേക്ക് മനുഷ്യൻ്റെ പാപം ഉണ്ടാവുകയും പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തപ്പോൾ നല്ലതായിരുന്ന പലതും നല്ലത് അല്ലാതായി തീർന്നു. വിശുദ്ധമായിരുന്ന പലതും അശുദ്ധമായി തീർന്നു. അങ്ങനെ അശുദ്ധമായതിനെ വീണ്ടും നമ്മൾ വിശുദ്ധീകരിക്കുന്നത് അവിടേക്ക് ദൈവത്തെ വിളിച്ചുകൊണ്ടാണ്. ദൈവം കടന്നു വരുമ്പോൾ അശുദ്ധി മാറുകയും വീണ്ടും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും വാഹനങ്ങളും സ്ഥലങ്ങളുമൊക്കെ വെഞ്ചരിക്കുന്നത്, മനുഷ്യരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ വെഞ്ചരിക്കുമ്പോൾ വലിയ വിടുതലുണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പണി പൂർത്തിയാകാതെ കിടക്കുന്ന വീടുകൾ പണി പൂർത്തിയാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വെഞ്ചരിച്ച് കഴിയുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിൽക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ വിറ്റുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിൽ ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദൈവം കടന്നു വരികയും ചെയ്യുമ്പോൾ അത് വിശുദ്ധീകരിക്കപ്പെടുകയും വീണ്ടും നന്മ പുറപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളൊരു ധ്യാനം നടത്തുകയാണ്. ധ്യാനത്തിൻ്റെ ഭാഗമായിട്ടൊരു ഹീലിംഗ് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു ഗോഷ്ഠി കാണിച്ച് കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഒരു പാട്ടുപാടി ഡാൻസ് കളിച്ച് ഒരു സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വന്ന് വെട്ടിയിട്ട പോലെ അവിടെ അങ്ങ് മറിഞ്ഞു വീണു. സാധാരണ ഒരു പൈശാചിക പ്രവർത്തനം. ഞങ്ങൾ ഉടനെ ഡെലിവറൻസ് പ്രാർത്ഥന ചെല്ലുകയും ആ വ്യക്തിയുടെ മേലും അവിടെയുള്ള എല്ലാവരുടെ മേലും വിശുദ്ധജലം തളിക്കുകയും ചെയ്തു. ആ വിശുദ്ധജലം ശരീരത്തിൽ വീണ ആ നിമിഷം ആ വ്യക്തി വീണ്ടും നോർമലായി എഴുന്നേറ്റിരുന്ന് ആ പ്രാർത്ഥനയെല്ലാം കൂടുകയുണ്ടായി. ഇപ്പം ദൈവത്തിന് വിശുദ്ധീകരിക്കാൻ ഒരുപക്ഷെ 2 തുള്ളി കന്നാൻ വെള്ളം മതി, ഒരാശീർവാദം മതി, ഒരു കുരിശടയാളം മതി, ഈശോയുടെ ഒരു പടം മതി. അങ്ങനെ നിസ്സാരമായ മാർഗത്തിലൂടെയൊക്കെ ദൈവത്തിന് വിശുദ്ധമല്ലാത്തതിനെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് മുൻപിൽ തുറന്നു പിടിക്കുമോ? കൊന്തയോ മറ്റോ കയ്യിലുണ്ടെങ്കിൽ അത് ഒരു കയ്യിൽ പിടിക്കുക. ഈ തുറന്നു പിടിച്ച കരത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഭവനത്തെയും വസ്തുവകളെല്ലാം നമുക്ക് എടുത്തു പിടിക്കാം. അവരെവിടെയുമാകട്ടെ, അവരുടെ അവസ്ഥ എന്തുമാകട്ടെ, ഒരു പക്ഷേ പണി പൂർത്തിയാകാതെ കിടക്കുന്ന വീടുകളിലെ
വിൽക്കുവാൻ ആഗ്രഹിച്ചിട്ട് വിൽക്കാൻ പറ്റാത്ത സ്ഥലങ്ങളില്ലേ, വിട്ടുമാറാത്ത രോഗങ്ങളില്ലേ, വിട്ടുമാറാത്ത ദുശീലങ്ങളില്ലേ, നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ പൈശാചിക ബന്ധനങ്ങൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കാണാൻ പാടില്ലേ. ഇതെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തികളെ, ഭവനത്തെ, വസ്തുവകളെ, പറമ്പിനെ, വാഹനത്തെ, ബിസിനസ്സിനെ എല്ലാം നമ്മൾ ഈ തുറന്നു പിടിച്ച കരങ്ങളിൽ എടുത്തു പിടിക്കുന്നു. ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് നമ്മൾ. കർത്താവേ, നീ കടന്നു വരണമേ, നീ ഏറ്റെടുക്കണമേ, നീ വിശുദ്ധീകരിക്കണമേ, നിന്റെ നാമത്തിന്റെ ശക്തിയിൽ എല്ലാ അശുദ്ധിയും മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങാത്ത അശുദ്ധിയും തിന്മയും പാപബന്ധനങ്ങളും പൈശാചിക ശക്തികളും ഒന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം യേശുവിന്റെ നാമമാണ് ഏറ്റവും വലിയ നാമം. ആ നാമത്തിന്റെ മുമ്പിൽ കീഴടങ്ങാത്തതായി യാതൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ആ നാമത്തിന്റെ കീഴിലാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗപീഠകള്, നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകള്, കുടുംബാംഗങ്ങളിലുള്ള അശുദ്ധിയും അവരിലുള്ള പാപബന്ധനങ്ങള്, പൈശാചിക ആക്രമണങ്ങള് എല്ലാം ആ നാമത്തിന്റെ കീഴിലാണ്. നിങ്ങളുടെ ഭവനവും വസ്തുവകകളും വാഹനങ്ങളും ബിസിനസ്സും എല്ലാം യേശുവിന്റെ നാമത്തിന്റെ ശക്തിക്ക് കീഴിലാണ്. ഇതെല്ലാം സമർപ്പിച്ച് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, കടന്നു വരണമേ, നിന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കണമേ, അശുദ്ധിയെല്ലാം മാറ്റണമേ, രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ, ശാപത്തിന്റെ പാപത്തിന്റെ കെട്ടുകൾ നീ അഴിച്ചു കളയണമേ, രോഗപീഠകൾ നീ എടുത്തു മാറ്റണമേ, മനസ്സിന്റെ മുറികളെ നീ സുഖപ്പെടുത്തണമേ, സാമ്പത്തിക മേഖലയിലുള്ള കെട്ടുകളെ നീ പൊട്ടിച്ചു കളയണമേ, സാമ്പത്തിക തകർച്ചകളിലും കടബാധ്യതകളുമായിരിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും നീ രക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ നസറായനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ അത്ഭുതകരമായ നാമത്തിന്റെ ശക്തിയിൽ എന്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വിശ്വാസത്തോട് ചേർന്നതോട് പ്രാർത്ഥിക്കുകയാണ്. നസറായനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഭവനങ്ങളും വസ്തുവകളും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ മാലിന്യങ്ങളിൽ നിന്നും രോഗപീഠങ്ങളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിന്റെയും അവിടുത്തെ പുത്രനായ യേശുവിന്റെയും സഹായകനായ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലും നിത്യകന്യയായ പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുകുതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റു മാലാഖമാരുടെയും പരിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും മറ്റുള്ള അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥതയാലും എന്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചും നിങ്ങളെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയോ ഭവനത്തെയോ വസ്തുവകളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചികളെയും പാപബന്ധനങ്ങളെയും ദുശീലങ്ങളെയും തഴക്കദോഷങ്ങളെയെല്ലാം ഞാനിപ്പോൾ ബന്ധിച്ച് ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് അയക്കുന്നു. തിന്മയുടെ സകല സ്വാധീനങ്ങളിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഭവനങ്ങളും വസ്തുവകളും വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. ഈശോയുടെ വിശുദ്ധ കുരിശ് കൊണ്ട് നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. ഈശോയുടെ വിശുദ്ധ കുരിശ് കൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും കുടുംബാംഗങ്ങളെയും മുദ്ര വയ്ക്കുന്നു. ഈശോയുടെ തിരുരക്തത്താൽ നിങ്ങളെ ഞാൻ മുദ്ര വയ്ക്കുന്നു. ഈശോയുടെ നാമത്തിൽ വിശുദ്ധ തലം തെളിച്ച് നിങ്ങളെ പൗത്രീകരിക്കുന്നു. സകല അശുദ്ധിയും വിട്ടുപോകട്ടെ, സർവ്വബന്ധനങ്ങളും അകരട്ടെ, അസ്വസ്ഥത വിട്ടുപോകട്ടെ, രോഗപീഠകൾ വിട്ടുപോകട്ടെ, മനസ്സിന്റെ മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള അശുദ്ധി വിട്ടുപോകട്ടെ, വഴക്ക് വിട്ടുപോകട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോകട്ടെ, സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിന്റെ നാമത്തിന്റെ ശക്തിയിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവൻ കൊടുത്ത് എന്റെ
അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാ. യേശു തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങളെ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിൻ ലോകം തകർത്തു. യേശു തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങളെ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിൻ ലോകം തകർത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാ തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരിക്കാം. ഈശോ മിശിഹായിക്ക് വലതുകരം ഒന്ന് ഉയർത്തി പറയാം. ഹല്ലേലൂയ. ഒരു വചനം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാം തിരുവചനം. അവിടെ ദൈവവചനം പറയുകയാണ്, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. വലതുകരം ഉയർത്തി പറയാം. ഹല്ലേലൂയ. ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് വലതുകരം ഉയർത്തി ഈ വചനം നമുക്ക് ഏറ്റു പറയാം. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവ അനുഗ്രഹം ഒരു ദൈവ പൈതലിന് അവകാശമാണ്. അത് നാം പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും കൃപയിലൂടെയും പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. വലതുകരം ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ. നമ്മൾ ഈ സമയം ഒരു പ്രാർത്ഥനയിലേക്ക്, ദൈവ ആരാധനയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുക. എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, മുൻപ് എന്നത്തെക്കാളും ദൈവ ആരാധന നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വിശ്വാസ ജീവിതം നയിക്കുന്നത്. നല്ല ബോധ്യമുള്ളവർക്ക് പറയാം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? നമ്മൾ തിരിച്ചറിയണം, തിന്മ വല്ലാതെ പെരുകിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഈശോയുടെ പിന്നാലെയുള്ള ജീവിതം നയിക്കുന്നത്. ഒത്തിരി മക്കൾ പറയാറുണ്ട്, വേറെ മക്കൾ വലിയ ബന്ധനത്തിലാണ്. നമുക്കറിയാം, പണ്ടത്തെ പോലത്തെ ഒരു ബന്ധനമൊന്നുമല്ലെന്ന്. കുഞ്ഞുങ്ങൾ ഒരുപാട് ബന്ധനത്തിലാണ്. ധ്യാനം കൂടിയ നമുക്ക് നമ്മളിൽ പോലും പലപ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഹൃദയത്തിൽ അന്ധകാരം അങ്ങോട്ട് വ്യാപിക്കുകയാണ്. കുടുംബങ്ങളിൽ ചിലർ പറയും, വേറെ കുടുംബം നരകമാണ്. എന്താണ് ഇതിന് കാരണം ചിന്തിച്ചിട്ടുണ്ടോ? ദൈവ ആരാധനയുടെ
കുറവ് ഒന്നു മാത്രമാണ് അതിൻ്റെ കാരണമെന്ന് ഞാൻ പറയണതല്ല, വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. വലതുകൈ ഉയർത്തി പറയാ ഹല്ലേലൂയ. ദൈവ ആരാധനയില്ലാത്ത ഹൃദയങ്ങളിൽ അന്ധകാരം വ്യാപിക്കും, ഉറപ്പാണ്. കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ അന്ധകാരം വ്യാപിക്കും. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം തിരുവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന സത്യം, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും. ആരെക്കുറിച്ചാണ് പറയണത്? നമ്മളൊക്കെ ദൈവത്തെ അറിഞ്ഞവരാണ്, ഈശോയെ അറിഞ്ഞവരാണ്. നമ്മളെക്കുറിച്ചാണ് പറയണത്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ ദുരന്തം. അതിന് ഫലമായി വന്നു ചേരുന്ന കാര്യത്തെക്കുറിച്ച് അടുത്ത വചനത്തിൽ പറയുകയാണ്, തന്മൂലം അവരുടെ വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോയി എന്ന് പറയുകയാണ്. ആണ്ടുപോയി. അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയേ ഉള്ളൂ, തിന്മ ആ വ്യക്തിയെ കീഴടക്കിയ കുടുംബം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ സമയത്ത് നമ്മൾ ആരാധിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു നൈറ്റ് വിൽ സമയത്ത് ഒരു ധ്യാനം കൂടുമ്പോൾ മാത്രമുള്ള ആരാധനയല്ല. ഒരു ക്രിസ്ത്യാനിക്ക് ദൈവ ആരാധന കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ആരാധനയുടെ വേളകളിൽ എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തിയില്ല, മഹത്വം കൊടുത്തില്ല. രണ്ടാമത് പറയുകയാണ്, അവർ ദൈവത്തിന് യഥായോഗ്യം നന്ദി പറഞ്ഞില്ല. അതാണ് ഏറ്റവും പരമമായ അവസ്ഥ, വേദനാജനകമായ അവസ്ഥ. അപ്പൊ സ്തുതിയുടെ ഏറ്റവും വലിയൊരു പരമകാഷ്ഠ എന്ന് പറയുന്നത് നന്ദിയാണ്. ഇങ്ങനെ നന്ദിയുടെ ഒരു അഭിഷേകം നമ്മളിൽ ഇല്ലെങ്കിൽ, ഒന്നാമതായി ബൈബിൾ പഠിപ്പിക്കുകയാണ്, അവരുടെ ഹൃദയം വിവേകരഹിതമായി തീർന്നു. ഇത് പലർക്കും സുബോധമില്ല. മക്കൾക്കൊക്കെ എന്താ ചെയ്യണേ, കാട്ടിക്കൂട്ടണമെന്ന് അറിയത്തില്ല. കൊടിയ ബന്ധനം, തിന്മ പെരുകും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതിനപ്പുറത്ത് കുടുംബങ്ങളിൽ ഇരുട്ട് വ്യാപിക്കുന്നു, ഹൃദയങ്ങളിൽ ഇരുട്ട് വ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഇരുട്ട് മാറണമെങ്കിൽ ആ ദൈവാരാധന നടക്കണം. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ. കാരണം ദൈവം പ്രകാശമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പുതിയതായി കിട്ടുന്നതിന് വേണ്ടി അല്ല നാം ആരാധിക്കേണ്ടത്, മറിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തിന്റെ പ്രകാശം ഹൃദയത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. തന്മൂലം അവരുടെ ഹൃദയം അന്ധകാരത്തിൽ. അങ്ങനെ ദൈവാരാധന ഇല്ലാത്തവരുടെ കുടുംബം അന്ധകാരത്തിൽ ഉറപ്പാണ്. അതുകൊണ്ടാണ് ഒത്തിരി പേര് പറയുന്നത് നരകമാണ്, കലകമാണ്, അസ്വസ്ഥതയാണ്. ഒറ്റ പോരായ്മയുള്ളൂ, വേണ്ട വിധമുള്ള ആരാധന അവിടെ നടക്കുന്നില്ല. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ. നമുക്ക് സത്യത്തിൽ എന്തിന്റെ പോരായ്മയാണ് നമുക്കുള്ളത്? ഈ ആരാധനയുടെ പോരായ്മയാണ്. ബൈബിളിന്റെ പഠനം കേട്ടോ. വീടുണ്ട്, കാറുണ്ട്, തിന്നാനും കുടിക്കാനും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുകയാണ്, അവർ ദൈവത്തെ ആരാധിക്കുന്നത്, അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി തോന്നിയത് നിമിത്തം അനുചിത പ്രവർത്തികൾക്കും മ്ലേച്ഛ പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഇതാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. ദൈവത്തെ അംഗീകരിക്കുന്നത്, ആരാധിക്കുന്നത്, അവിടത്തേക്ക് മഹത്വം നൽകുന്നത് ഒരു പോരായ്മ. ആ പോരായ്മയുടെ കുറവേ നമ്മുടെ കുടുംബങ്ങളിലുള്ളൂ. ആ പോരായ്മ മാറിയാൽ ബന്ധനങ്ങൾ അഴിയും. വലതുകൈ ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് അനുചിത പ്രവർത്തികൾ, മ്ലേച്ഛ പ്രവർത്തികൾ നമ്മുടെ ഹൃദയത്തിൽ, കുടുംബങ്ങളിൽ, നാട്ടിൽ കൂടി വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇന്ന് നാം ആരാധിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ദേശം മുഴുവൻ ദൈവപ്രകാശം നിറയാൻ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിച്ച് നമ്മൾ ഈ സമയത്ത് ആരാധിക്കാൻ പോവുകയാണ്. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. എത്രത്തോളം നമ്മുടെ കുടുംബത്തിൽ കെട്ടുണ്ട്, അത്രത്തോളം ശക്തമായിട്ട് ആരാധിച്ചോളുക. എത്രത്തോളം നമ്മൾ മക്കളിൽ നിന്ന് ബന്ധിതമാണ്. യേശുവിനെ ആരാധിക്കുമ്പോൾ യേശുവിലൂടെ അല്ലാതെ വിടുതലില്ല. വിശ്വസിക്കുന്നവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊന്നും നോക്കണ്ട, ആരെയും ശ്രദ്ധിക്കണ്ട. നന്നായിട്ട് ഭാഷാവരം ഉപയോഗിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നുണ്ട്, ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തും എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് അങ്ങോട്ട് മാറും, ചിലരുടെ കെട്ടഴിയും, രോഗപീഠയിൽ ദൈവശക്തി ഇറങ്ങും. നന്നായിട്ട് ഉപയോഗിച്ച ഒരു സ്റ്റാൻഡേർഡ് പ്രാർത്ഥനയല്ലെന്ന് പലരും പറയും. ചിന്തിക്കരുത് അങ്ങനെ. പരിശുദ്ധാത്മാവ് തരുന്ന വലിയൊരു കാര്യമാണത്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ആരാധിക്കാൻ പോകുന്ന ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഒരു നിസ്സാര കാര്യമല്ല. നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലുന്നത് എങ്ങനെയാണ്? സർവശക്തനായ ദൈവത്തോടും. സർവശക്തനായ ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആ ദൈവത്തെയാണ് ഈ മണിക്കൂറുകളിൽ ഞാൻ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത്. രണ്ട് കരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയരെ, സർവശക്തനായ ദൈവത്തെ സർവശക്തിയോടെ നാം ആരാധിക്കണം. കണ്ണുകളെ ദയവായി അടച്ച് പരിശുദ്ധ അമ്മയോടും
വിശുദ്ധരോടും രക്തസാക്ഷികളോടും എല്ലാം ഒന്ന് ചേരുക. പരിശുദ്ധാത്മാവോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഒരു ആരാധനയുടെ അഭിഷേകം എനിക്ക് നൽകണമേ. എൻ്റെ കുടുംബം ഒരു ആരാധനയുടെ കുടുംബമായി മാറട്ടെ. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കൃതജ്ഞതയുടെ ബലി ഉയരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി ആ സർവശക്തനായ സർവാധിപനായ ജീവിക്കുന്ന ദൈവത്തെ എല്ലാവരും ആരാധിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. സത്യമായും കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഒന്നോർത്ത് നോക്കിക്കുക. ജീവിതം മുഴുവൻ സമർപ്പിക്കുക. ഇന്നോളം നടത്തിയവൻ, ഇന്നോളം പരിപാലിച്ചവൻ, ഇന്നോളം കരുതിയവൻ, ജീവിക്കുന്ന ദൈവം ആരാധിക്കാൻ നമുക്ക് കാരണം. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, നമ്മുടെ യേശു. നമ്മുടെ യേശു ജീവിക്കുന്നു. ഒന്ന് ഹൃദയം കൊണ്ട് നേറ്റ് പറയാമോ? സത്യം, നമ്മുടെ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തോത്രം. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ഇടത്തും വലത്തുള്ളവരെയൊക്കെ നോക്കി. നമ്മുടെ യേശു ജീവിക്കുന്നു. അവിടെ മുഖങ്ങളിലേക്ക് നോക്കി പറയുക, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാമോ പ്ലീസ്? ദയവായി എല്ലാവരും ആരും ആരെയും ശ്രദ്ധിക്കേണ്ടെന്നേ. യേശുവിനെ ആരാധിക്കുന്നതിൽ ലജ്ജിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി കാരണമുണ്ട്. ആമേൻ. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ചേർന്ന് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു.
ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. രണ്ട് വശങ്ങളിലേക്കും കരങ്ങളൊക്കെ അടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി ആത്മാവിലും സത്യത്തിലും ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ കുടുംബങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില അടിമത്ത ചങ്ങലകളിൽ നിന്ന് കർത്താവ് അനേക മക്കളെ വിടുവിക്കുകയാണ്. ദൈവ സാന്നിധ്യം ഇതാ നമ്മുടെ ഇടയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ ഓർക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളെ ഓർക്കുക. കൂടപ്പുറപ്പുകളും ഉച്ചവരും ഉടയവരുമെല്ലാം എന്നെ തള്ളി പറഞ്ഞപ്പോഴും ആരും എന്നെ മനസ്സിലാക്കാതെ മാറ്റി നിർത്തിയപ്പോഴും എൻ്റെ ഈശോ എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ യേശോ എൻ്റെ ദുഃഖങ്ങൾ മാറ്റി. അവൻ എന്നെ മനസ്സിലാക്കിയ ദൈവം. ആ ദൈവത്തെ ആരാധിക്കാം, ആ ദൈവത്തെ സ്നേഹിക്കാം. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, സത്യമല്ലേ? കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണെന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കണ്ണുകളെ ഒന്നടച്ച് ആ ദൈവം എനിക്ക് നൽകിയ സൗഭാഗ്യകരമായ വിളി ഓർക്ക. കർത്താവേ, പാപിയായിരിക്കെ നീ എന്നെ തിരഞ്ഞെടുത്തു. കർത്താവേ, നിന്റെ വിളിയിൽ എന്നെ പങ്കുചേർത്തു. നിന്റെ വിശ്വാസം സ്വീകരിക്കുവാൻ എനിക്കിടയായി. അങ്ങേ രക്ഷിതാവായി സ്വീകരിക്കുവാൻ എനിക്കിടയായി. ഉന്നതമായ വിളി എനിക്ക് നൽകിയ, പാപിയായ എന്നെ ഉയർത്തിയ നല്ല ദൈവത്തെ രണ്ട് കരം ഉയർത്തുന്നു വിളിക്കുന്നു. ഈശോ എന്റെ കർത്താവേ, എന്നെ ഉയർത്തിയവനെ, ഉന്നതമായ വിളി എനിക്ക് നൽകിയവൻ. വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതു ഉള്ളിൽ പോലും നനച്ചതല്ല. അറിഞ്ഞ് ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. വീണ്ടും കരങ്ങളടിച്ച് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ വലിയ പരിപാലന ഓർക്കുന്നു ദൈവമേ. ഈ കാലമത്രയും നിന്നോട് ചേർന്നിരിപ്പാൻ എൻ്റെ യേശുവേ നീ എന്നെ അനുവദിച്ചല്ലോ. ജീവിതത്തിൽ വീണുപോകുമെന്ന് ചിന്തിച്ച, എല്ലാം തീർന്നു ചിന്തിച്ച, പാപത്തിൽ വീണുപോകുമെന്ന് ചിന്തിച്ച ഒരുപാട് രാത്രികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവേ, എൻ്റെ ദൈവമേ. എന്നാൽ നീ എൻ്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തി. എൻ്റെ കാൽ വഴുതാൻ നീ എന്നെ അനുവദിച്ചില്ല ദൈവമേ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം നീ മാറ്റി എഴുതി. പുതിയൊരു ജീവിതവും പുതിയ സ്വപ്നങ്ങളും എനിക്ക് നീ നൽകി. നിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കാലുകളേറെ കുറെ വഴുതിപ്പോയി, സത്യമല്ലേ? ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ
ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ആരാധന ദൈവമേ, നമ്മുടെ യേശു ആരാധന ദൈവമേ. സ്വതന്ത്രമായി ആരാധിക്കാമോ? നമ്മുടെ യേശു ജീവിക്കുന്നു. ഭാഷാവരമുള്ളവരെല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക. ദൈവത്തോട് ഹൃദയം തുറന്നൊന്ന് സംസാരിച്ചിട്ട് എത്രയോ നാളുകളായി. യേശുവേ, മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. യേശുവേ, റിയ, 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 റിയ. റിയ, 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 റിയ. ഹല, 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 ഹല. ഹല, ഹല, ഹല. മഴ പോലെ ദൈവ സാന്നിധ്യം അനേകരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുന്നു. ദൈവസ്നേഹം കൊണ്ട് അനേകരെ നിറയ്ക്കുന്നു. അനേകരുടെ കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്നു. ഹല, 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 ഹല. ഭാഷാവരത്തിൽ ആരാധിച്ചു. 3-4 മിനിറ്റ് സമയം നാവിനെ ഒന്ന് വിട്ടുകൊടുക്കാമോ? ഫ, 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 ഫ. ഫ, 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 ഫ. ഫ, 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 ഫ. റബീ ഷാരിരിരിരിരി. ഷീയററററ. ഹല്ലേലൂയ. ഷീയറററററ. ഓ രോഗങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു. ഓ പ്രതികൂലങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു. സഹനങ്ങൾ ഉയർത്തി ആരാധന. കണ്ണുനീർത്തുള്ളികൾ ഉയർത്തി ആരാധന. ദൈവം കഷ്ടതയുടെ ചങ്ങല ഉയർത്തി ആരാധിക്കുന്നു. രോഗക്കിടക്കയിൽ ഞാൻ എന്റെ യേശുവിനെ ആരാധിക്കും. ഓ സ്തോത്രം. എന്റെ ബാധ്യതകളിൽ ദൈവമേ ആരാധന. ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന ദൈവമേ. വേണ്ട വിധം ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കൃതജ്ഞതയുടെ ബലി ഉയർത്തി ഞങ്ങൾ ആരാധിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ജീസസ്. കണ്ണുകളെ ദയവായി ഒന്നടച്ച് കരങ്ങൾ രണ്ടും നെഞ്ചോടടുപ്പിച്ച് ഹല്ലേലൂയ ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നിയമാവർത്തനം 6:12 ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ വചനം പറയുകയാണ്, നിന്നെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ നല്ല ദൈവത്തെ മറക്കാതിരിക്കാൻ സൂക്ഷിക്കണം. സൂക്ഷിക്കണം. നീ ആ ദൈവത്തെ മറന്നു പോകാനിടയുണ്ട്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കൊണ്ടുവന്ന ആ ദൈവം നമ്മുടെ ഇടയിലൂടെ നടക്കുകയാണ്. ആ ദൈവം പറയുകയാണ്, മോനെ നിന്നെ അടിമത്തത്തിൻ്റെ എന്തൊക്കെ അടിമത്താണ്, പാപത്തിൻ്റെ ഒരുപാട് അടിമത്തത്തിൽ നിന്ന് എൻ്റെ യേശു എന്നെ വിടുവിച്ചില്ലേ. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും മരണകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷ പ്രാപിച്ചവരാണ്. ഒരു സഹോദരി കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞു, അതേ ദൈവം അനുവദിച്ചുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കണേ. മരിച്ചു പോകേണ്ട ജീവിത മരണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവത്തെ നീ മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദാരിദ്ര്യത്തിന്റെ അടിമത്തമുണ്ട്. എന്റെ ജീവിതം ഞാൻ ഓർക്കുന്നു, അപകർഷതയുടെയും സഭാകോമ്പത്തിന്റെയും അടിമത്തത്തിൽ കഴിഞ്ഞ് എന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ഭർത്താവ് പറയുകയാണ്, നിന്നെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് തീരാ ദുഃഖങ്ങളുടെ കണ്ണുനീരിന്റെ രാത്രിയിലാണ് ഞാൻ ജീവിച്ച്. എന്റെ യേശു അവിടെ നിന്നെല്ലാം എന്നെ പുറത്തു കൊണ്ടുവന്നു. അവൻ ഇത്രത്തോളം എന്നെ നയിച്ചു. എന്റെ ദൈവമേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്റെ ശൈശവ ബാല്യ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ് കർത്താവേ. യൗവന നാളുകൾ ഞാൻ ഓർക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്ന നാളുകൾ ഈശോയെ ഓർക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്റെ യേശു എന്നെ ഇത്രത്തോളം ഉയർത്തി കർത്താവേ. അത് അവിടുത്തെ വലിയ കൃപയാണ്, ദയയാണ്, ദയയാണ്, ദയയാണ്. എന്റെ ബലമല്ല, എന്റെ എന്തെങ്കിലും യോഗ്യതയല്ല. എന്റെ യേശു എന്നെ ഉയർത്തി. ഒന്നോർത്തേ, നിന്നെ ഏതൊക്കെ അടിമത്തത്തിൽ നിന്ന് ഈശോ പുറത്തു കൊണ്ടുവന്നേ, അത് മറന്നു പോകരുത്. അതിനെ ഓർത്ത് നീ നന്ദി പറയണം. ഉറക്കമില്ലാത്ത രാത്രികൾ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. സ്വസ്ഥത ഒരിക്കലും അനുഭവിക്കാത്ത കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒന്ന് നന്നായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ യേശു എന്നെ ഇത്രത്തോളം ഉയർത്തി. ആരാധിക്കാം, നന്ദി പറയാം അവിടത്തേക്ക്. ജീസസ്
ജീസസ്. നന്ദി എന്ന് പറയാം നമുക്ക്. ജീസസ്. ഞങ്ങളിതുവരെ എത്തുവാ ആമേൻ. നീ മാത്രമെൻ ദൈവമേ. വേറൊന്നുമില്ല, വേറൊന്നുമില്ല ഈശോ. ഞങ്ങളിതുവരെ എത്തുവാ ഈശോയെ നോക്കി പറയാമോ, നീ നീ മാത്രമാണ്. മാത്രമേ എന്റെ ജീവിതത്തിൽ എന്തേലും ഉണ്ടെങ്കിൽ ഈശോയെ നീ തന്നതാ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ ആരാധന ദൈവമേ. നീ മാത്രമെൻ ദൈവമേ. ഓ സ്തോത്രം. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ മക്കളെ ഉയർത്തിയില്ലേ ദൈവം? നീ മാത്രമെൻ ജീവിത പങ്കാളിയെ നവീകരിച്ചില്ലേ പ്രാർത്ഥന കേട്ടു? ഈശോയെ കഴിവല്ല കരങ്ങളൊന്ന് ഉയർത്തി പാടുക. കൃപയാണേ കഴിവല്ല, ബലമല്ല നിന്ദയയാണേ. ബോധപൂർവമായ ഈരടികൾ. കഴിവല്ല നിൻ കൃപ. കൃപയാണേ ബലമല്ല കർത്താവേ. ബലമല്ല നിന്ദയയാണേ. വീണ്ടും കഴിവല്ല കൃപയാണേ എന്റെ ബലമല്ല കർത്താവേ. ബലമല്ല നിന്ദയയാണേ. രണ്ട് കരം ഉയർത്തി ഈശോയെ സ്നേഹിച്ചെന്ന് വിളിക്കാമോ? ഈശോ. നീ മാത്രമേ വീണ്ടും കരങ്ങൾ നെഞ്ചോട് അടുപ്പിച്ച് ആരാധിക്കാം. ഇതുവരെ എത്തുവാൻ പിന്നിട്ട വടികളൊക്കെ ഓർക്കുക കർത്താവേ. നീ മാത്രമേ യേശുവേ. പലരും എന്നെ കൊള്ളില്ല കൊള്ളില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ നാളുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കർത്താവേ. എന്റെ യേശുവേ, എന്റെ ശരീരം രോഗം ബാധിച്ച് മരണത്തെ മുഖാമുഖം കണ്ട കാലഘട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി ഈശോയെ. ഒരു പരാജിതനായി അനേകരുടെ മുമ്പിൽ ശിരസ് കുനിഞ്ഞു നിന്ന നാളുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കർത്താവേ. എന്നാൽ നീ എന്റെ ജീവിതത്തിന്റെ ജയമായി, എന്റെ ദൈവമേ, നീ എന്റെ ജീവിതത്തിൽ സൗഖ്യമായി കടന്നു വന്നു. നന്ദി പറഞ്ഞ് ആരാധിക്കാം. സ്തോത്ര ദൈവമേ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. രോഗിയായി മാറിയപ്പോ സ്തോത്രം. യഹോവ റാഫയായി. ഒന്ന് ഓർത്തേ, രോഗിയായി മാറിയപ്പോൾ സൗഖ്യമായി വന്ന യേശു. യഹോവ റാഫയായി. രോഗിയായി മാറിയപ്പോ എന്റെ രോഗക്കിടക്കയിലേക്ക് ഇറങ്ങി വന്ന യേശു. റാഫയായി. ജീസസ്. രോഗിയായി മാറിയപ്പോൾ അവനെ സ്നേഹിക്കാം. യഹോവ റാഫയായി. ജീസസ്. തോൽവികൾ വന്ന നേരം യഹോവ. യഹോവ നിസിയായി. തോൽവികളിലൂടെ ഞാൻ കടന്നു. തോൽവികൾ വന്ന പരാജിതനായി പോയ നിമിഷം കൊണ്ട് കടന്നു. യഹോവ നിസിയായി. രണ്ട് കരങ്ങളും അവന് മുമ്പിൽ ഉയർത്തി കഴിവല്ല മഹത്വം കൊടുത്തു. കൃപയാണേ. നന്ദി പറഞ്ഞു. അതിന്റെ കുറവാ. ബലമല്ല നന്ദി പറഞ്ഞു. കൃപകൾ നിന്ദയയാണേ. വീണ്ടും തരും. കഴിവല്ല നിൻ കൃപയാണേ. കുടുംബത്തെ ഓർത്ത് നന്ദി പറഞ്ഞു. ബലമല്ല ഈശോയേ. നിന്ദയയാണേ. വീണ്ടും വീണ്ടും വീണ്ടും. കഴിവല്ല ഓ, നിൻ സ്തോത്രം. കൃപയാണേ. യേശുവേ, യോഗ്യതയില്ലാതിരുന്നു. ബലമല്ല ഒരു മേന്മയില്ലാതിരുന്നു. നിന്ദയയാണേ. ആമേൻ. കഴിവല്ല സ്തോത്രം. നിൻ കൃപയാണേ. ജീസസ്. ബലമല്ല നിന്ദയയാണേ. രണ്ട് കരങ്ങളും ആ കഴിവല്ല കർത്താവിന്റെ മുമ്പിൽ നിൻ ഉയർത്തിപ്പിടിക്കും. കൃപയാണേ. എന്നെ ഒരുപാട് അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ച്
ഹല്ലേലൂയ പെറ്റമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. കരങ്ങൾ ഉയർത്തി വീശി, കരങ്ങൾ ഉയർത്തി വീശി. ഈശോയേ ഈശോയേ, ഈശോയേ ഹല 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 ഹല. സ്വതന്ത്രമോ ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ, ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ ആരാധിച്ചു. എല്ലാം മറന്ന് യേശുവേ 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 എന്ന് വിളിച്ചോ, വിളിച്ചോ. സ്വതന്ത്രമായി ഏതാനും മിനിറ്റുകൾ ആരാധിക്കുകയാണ്, ആരാധിക്കുകയാണ്, ആത്മാവിൽ ആരാധിക്കുകയാണ്. ആരെയും ശ്രദ്ധിക്കണ്ട. നിന്റെ അരികിൽ നിനക്കെല്ലാം തരാൻ ഈശോ ഉണ്ട്. ഈശോ നിന്റെ മേൽ, ശിരസിന്റെ മേൽ കൈകൾ വെക്കുന്നു. യേശു നിന്നെ തൊടും. യേശു നിന്റെ കുടുംബത്തെ വീണ്ടും നവീകരിക്കും. ഹല 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 ഹല. മഹത്വത്തിന്റെ സാന്നിധ്യം, മഹത്വത്തിന്റെ സാന്നിധ്യം. യേശു വലിയവൻ. ഫ, 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 ഫ. ഫ, 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 ഫ. ഈ രാത്രി ഞാൻ വീണ്ടും നിന്നെ സ്നേഹിക്കാം. എന്റെ യേശുവേ, എന്റെ യേശുവേ. ഹല 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 ഹല. ഈശോയെ, അങ്ങല്ലാതെ എനിക്കാരില്ല ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കണ്ണുകൾ അടയ്ക്കുക. കരങ്ങൾ ഈശോയുടെ മുമ്പിൽ ഒന്ന് കൂപ്പി പിടിക്കുക. കർത്താവിനൊന്ന് കാണുക. എൻ്റെ കർത്താവേ, എന്നെ ഇന്നയോളം കൊണ്ടുവന്ന അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി ഞാൻ തരുക. ഈശോയെ, യേശുവിൻ്റെ പിന്നാലെ ഞാൻ ജീവിതയാത്ര തുടരും. എൻ്റെ ഈശോയെ, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം സഹനങ്ങൾ വന്നാലും ഈശോയുടെ പിന്നാലെയുള്ള ഈ വിശ്വാസ യാത്ര ഞാൻ ഉപേക്ഷിക്കില്ല. കർത്താവ്, എനിക്ക് അതിനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന ഈശോ. കൂടെ കൂടെ വീണുപോയോ, പിന്മാറിപ്പോയോ, ഒന്ന് ഹൃദയത്തിൽ നിന്ന് പാടാൻ നമുക്ക്, പ്രാർത്ഥിക്കാം നമുക്ക്. യേശുവേ, യേശുവേ, യേശുവിൻ്റെ സ്തോത്രം. പിന്നാലെ ഞാൻ പോകുവാൻ പോകുവാനെൻ ആത്മാവിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേൽക്കില്ലൽപ്പവും സറണ്ടർ ചെയ്യാം. ജീവിതം മുഴുവൻ കൊടുക്കാം. ഈശോയെ, ഞാൻ അങ്ങയുടേതാണ്. എൻ്റെ കുടുംബം അങ്ങയുടേതാണ്. ഈശോയെ, എൻ്റെ മക്കൾ നല്ലൊരു തീരുമാനമെടുത്ത് ചെയ്തു